ഹലോ, ഞാൻ ഡാനിയൽ അച്ഛൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയറുന്ന മലയാളം പോഡ്കാസ്റ്റാണ്. 365 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസെൻഷൻ. ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങൾ നാം വായിക്കുകയും ബൈബിളിലെ രക്ഷയുടെ സംഭവം എങ്ങനെ ഇതൾ വിരിയുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒപ്പം ആ കഥയിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ്. നമുക്ക് ആരംഭിക്കാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 19. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ: ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം, ജോബ് 27, 28 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ അധ്യായം 3 വാക്യങ്ങൾ 25 മുതൽ 27 വരെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ജോസഫിനെ ഈജിപ്തിൽ വിൽക്കുന്നത് വരെയുള്ള ജോസഫിന്റെ ചരിത്രം വായിക്കുന്നു. നീതിമാനായ ജോബിന്റെ സഹനങ്ങൾ തുടരുമ്പോൾ കഷ്ടപ്പാടുകളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യാനുള്ള ആഹ്വാനം സുഭാഷിതങ്ങൾ നമുക്ക് നൽകുന്നു. നമുക്ക് വചന വായന ആരംഭിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 37. യാക്കോബ് തൻ്റെ പിതാവിൻ്റെ വിപ്രവാസ നാടായിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിൻ്റെ വംശചരിത്രം. ജോസഫ് 17 വയസ്സുള്ളപ്പോൾ തൻ്റെ സഹോദരന്മാരോടൊപ്പം ആട് മേയ്ക്കുകയായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ സഹായിയായി കഴിഞ്ഞിരുന്നു. അവരെപ്പറ്റിയുള്ള ദുർവാർത്ത ജോസഫ് പിതാവിൻ്റെ പക്കലെത്തിച്ചു. ജോസഫിനെ ഇസ്രായേൽ തൻ്റെ മറ്റെല്ലാ മക്കളെയും അധികം സ്നേഹിച്ചിരുന്നു. കാരണം തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു അവൻ. കൈയുള്ള ഒരു നീളനങ്കി അദ്ദേഹം അവനു വേണ്ടി ഉണ്ടാക്കി. തങ്ങളുടെ പിതാവ് അവനെ അവൻ്റെ എല്ലാ സഹോദരന്മാരെയും അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടു. അതുകൊണ്ട് അവർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവനത് തൻ്റെ സഹോദരന്മാരോട് വിവരിച്ചപ്പോൾ അവർ അവനെ വീണ്ടും കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ ഈ സ്വപ്നം കേട്ടാലും. ഇതാ, നമ്മൾ പാടത്ത് കറ്റകൾ കെട്ടുകയായിരുന്നു. അപ്പോൾ ഇതാ, എൻ്റെ കറ്റ എഴുന്നേറ്റു. മാത്രമല്ല, അത് നിവർന്നു നിന്നു. ഇതാ, നിങ്ങളുടെ കറ്റകൾ ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുവണങ്ങി. അവൻ്റെ സഹോദരന്മാർ അവനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ മേൽ രാജാവായിരിക്കുമെന്ന് തന്നെയാണോ? അതോ നീ ഞങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് തന്നെയാണോ? അവൻ്റെ സ്വപ്നങ്ങളും വാക്കുകളും കാരണം അവർ അവനെ വീണ്ടും കൂടുതലായി വെറുത്തു. അവന് വീണ്ടും മറ്റൊരു സ്വപ്നമുണ്ടായി. അവൻ അത് തൻ്റെ സഹോദരന്മാരോട് വർണ്ണിച്ചു. അവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. ഇതാ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങുന്നു. അവൻ ഇത് തൻ്റെ പിതാവിനോടും തൻ്റെ സഹോദരന്മാരോടും വർണ്ണിച്ചപ്പോൾ അവൻ്റെ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, ഇതെന്തു സ്വപ്നമാണ് നീ കണ്ടത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നിലംപറ്റെ താണു വണങ്ങാൻ വരിക തന്നെ വേണമെന്നോ? അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയയായി. അവൻ്റെ പിതാവാകട്ടെ ഇക്കാര്യം ശ്രദ്ധയിൽ വെച്ചു. അവൻ്റെ സഹോദരന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കെമിൽ പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കെമിൽ മേയ്ക്കുകയല്ലേ? വരൂ, അവരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കാം. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ ഞാൻ. അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, നീ പോയാലും നിന്റെ സഹോദരന്മാരുടെ ക്ഷേമവും ആട്ടിൻപറ്റത്തിൻ്റെ ക്ഷേമവും അന്വേഷിക്കുക. എന്നിട്ട് എൻ്റെ പക്കൽ വിവരമെത്തിക്കണം. അദ്ദേഹം അവനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കെമിലേക്ക് പോയി. അവൻ അതാ വയലിൽ അലയുകയായിരുന്നു. അപ്പോൾ ഒരാൾ അവനെ കണ്ടു. അയാൾ അവനോട് തിരക്കി, നീ എന്താണ് അന്വേഷിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് മേയ്ക്കുന്നത് എന്ന് എന്നോട് സദയം പറഞ്ഞു തരിക. അയാൾ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് നീങ്ങി. കാരണം നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. തൻ്റെ സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അവരുടെ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, അതാ വരുന്നു സ്വപ്നങ്ങളുടെ വിദ്വാൻ. വരുവിൻ, ഇപ്പോൾ തന്നെ നമുക്കവനെ കൊല്ലാം. എന്നിട്ട് അവനെ കുഴികളിലൊന്നിലെറിയാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുവെന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അയാൾ അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അയാൾ പറഞ്ഞു, നമുക്ക് ജീവൻ നശിപ്പിക്കേണ്ട. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവൻ്റെ പിതാവിന് തിരിച്ചേൽപ്പിക്കേണ്ടതിന് റൂബൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രക്തം ചിന്തരുത്.
അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക, എന്നാൽ അവൻ്റെ മേൽ നിങ്ങൾ കൈവെക്കരുത്. അതിനാൽ ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ജോസഫിൽ നിന്ന് അവൻ്റെ അങ്കി, അവൻ്റെ മേലുണ്ടായിരുന്ന കൈനീളൻ അങ്കി തന്നെ ഊരിയെടുത്തു. എന്നിട്ട് അവർ അവനെ എടുത്ത് ആ കുഴിയിലേക്ക് എറിഞ്ഞു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ അതാ, ഗിലെയാദിൽ നിന്ന് ഇസ്മായേല്യരുടെ ഒരു കച്ചവട സംഘം വരുന്നു. തങ്ങളുടെ ഒട്ടകങ്ങൾ സംവഹിച്ചിരുന്ന സുഗന്ധപ്പശയും പരിമളദ്രവ്യങ്ങളും കുന്തിരുക്കവും ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനായി അവർ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം നാം മറച്ചു വെച്ചതുകൊണ്ട് എന്ത് ലാഭം? ഒരുവൻ നമുക്കവനെ ഇസ്മായേല്യർക്ക് വിൽക്കാം. നമ്മുടെ കൈ അവനെതിരെ വേണ്ട, കാരണം അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അത് അനുസരിച്ചു. അവർ ജോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയപ്പോഴേക്കും മിദ്യാൻകാരായ ആ കച്ചവടക്കാർ കടന്നു വന്നു. ആ ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റു. അവർ ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കുഴിയുടെ അടുത്തേക്ക് റൂബൻ തിരിച്ചു ചെന്നപ്പോൾ അതാ, ജോസഫ് കുഴിയിലുണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ വസ്ത്രം വലിച്ചു കീറി. സഹോദരന്മാരുടെ അടുത്ത് മടങ്ങിയെത്തി അയാൾ പറഞ്ഞു, കുട്ടി അവിടെയില്ലല്ലോ, ഞാൻ ഇനി എങ്ങോട്ട് പോകും? അവർ ജോസഫിൻ്റെ അങ്കി എടുത്തു, ഒരു മുട്ടാടിനെ അറുത്ത് അങ്കി രക്തത്തിൽ മുക്കി അവർ കൈനീളൻ അങ്കി കൊടുത്തയച്ചു. അത് അവരുടെ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചവർ പറഞ്ഞു, ഇത് ഞങ്ങൾ കണ്ടെത്തി. ഈ കുപ്പായം അങ്ങയുടെ മകൻ്റേതാണോ അല്ലയോ എന്ന് പരിശോധിച്ചാലും. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ കുപ്പായം. ഏതോ ദുഷ്ടമൃഗം ജോസഫിനെ തീർച്ചയായും കടിച്ചു കീറി തിന്നത് തന്നെ. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി അരയിൽ ചാക്കൊടുത്തു വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രീപുത്രന്മാരെല്ലാവരും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആശ്വസിപ്പിക്കപ്പെടാൻ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വിലപിച്ചുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പാതാളത്തിലേക്ക് ഞാൻ ഇറങ്ങും. അദ്ദേഹം തൻ്റെ മകനെ ഓർത്ത് കരഞ്ഞു. മിദ്യാൻകാരാകട്ടെ അവനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു. ജോബ് അധ്യായം 27. ജോബ് തൻ്റെ സുഭാഷിതാവതരണം തുടർന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ന്യായം എടുത്തു കളഞ്ഞ ദൈവമാണേ, എൻ്റെ ജീവൻ തിക്തമാക്കിയ സർവശക്തനാണേ, എൻ്റെ ശ്വാസം എന്നിലും ദൈവത്തിൻ്റെ അരൂപി എൻ്റെ നിശ്വസനത്തിലും ഇനിയുമുള്ളപ്പോഴെല്ലാം എൻ്റെ അധരങ്ങൾ തിന്മ പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉരുവിടുകയില്ല. നിങ്ങളെ ഞാൻ സാധൂകരിക്കുന്നെങ്കിൽ എനിക്ക് ശാപം. മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത എന്നിൽ നിന്ന് ഞാൻ അകറ്റുകയില്ല. എൻ്റെ നീതി ഞാൻ മുറുകെ പിടിക്കും, ഞാൻ പിൻവാങ്ങുകയില്ല. എൻ്റെ ദിവസങ്ങളെ പ്രതി എൻ്റെ ഹൃദയം പരിതപിക്കുകയില്ല. എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എൻ്റെ എതിരാളി അധർമ്മിയെപ്പോലെയും ആയിരിക്കട്ടെ. അവിടുന്ന് കളങ്കിതനെ വെട്ടിനീക്കുമ്പോൾ, അവൻ്റെ ജീവൻ ദൈവം പുറന്തള്ളുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവന് സർവശക്തനിൽ ഇഷ്ടം കണ്ടെത്തിയിരുന്നെങ്കിൽ എല്ലാ നേരവും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. സർവശക്തൻ്റെ പക്കലുള്ളത് ഞാൻ മറച്ചു വെക്കുകയില്ല. നിങ്ങൾ തന്നെ എല്ലാവരും ദർശിച്ചിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മിഥ്യ വമിക്കുന്നു? ദുഷ്ടമനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള ഓഹരിയും മർദ്ദകർ സർവശക്തനിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും ഇതത്രേ. അവൻ്റെ മക്കൾ പെരുകുന്നെങ്കിൽ അവർക്കുള്ളതാണ് വാൾ. അവൻ്റെ സന്തതികൾക്ക് ആഹാരം മതിയാകില്ല. അവന് ശേഷിക്കുന്നവർ മഹാമാരിയാൽ സംസ്കരിക്കപ്പെടും. അവൻ്റെ വിധവകൾ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമാഹരിച്ചാലും സമാഹരിക്കാമെന്നേയുള്ളൂ. ധരിക്കുന്നത് നീതിമാനായിരിക്കും, വെള്ളി പങ്കിടുന്നത് നിഷ്കളങ്കനായിരിക്കും. അവൻ ചിതലിനെ പോലെ തൻ്റെ വീട് പണിതു. കാവൽക്കാരനുണ്ടാക്കിയ കുടിൽ പോലെ കുബേരനായി അവൻ ശയിക്കും, എന്നാൽ അന്ത്യവിശ്രമത്തിലെത്തില്ല. അവൻ കണ്ണുകൾ തുറക്കുമ്പോഴേക്കും ഒന്നുമുണ്ടായിരിക്കുകയില്ല. വെള്ളം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ അപഹരിക്കും. കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുക്കും. അവൻ തിരോഭവിക്കും. സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് തൂത്തെറിയും. അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റിയടിക്കും. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ ബന്ധപ്പെട്ടോടുന്നു. അത് അവനെതിരെ കൈയടിക്കുകയും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ മേൽ ചീറ്റുകയും ചെയ്യും. ജോബ് അധ്യായം 28. തീർച്ചയായും വെള്ളിക്ക് ഒരു ഖനിയുണ്ട്, സ്വർണത്തിനുമുണ്ട് അവർ ശുദ്ധി ചെയ്യുന്ന ഒരു സ്ഥലം. ധൂളിയിൽ നിന്ന് ഇരുമ്പെടുക്കപ്പെടുന്നു. അയിര് ഉരുക്കപ്പെടുമ്പോഴാണ് ചെമ്പ്. അവൻ അന്ധകാരത്തിന് അതിര് നിർണയിക്കുന്നു. കൂരിരുളിൻ്റെയും അന്ധതമസിൻ്റെയും ഒരു രത്നത്തിനായി അവൻ സകല പരിധിയിലേക്കും പര്യവേക്ഷണം നടത്തുന്നു. വാസകേന്ദ്രത്തിൽ നിന്ന് വിട്ട് അവൻ തോട് കീറുന്നു. സഞ്ചാരിക്ക് വിസ്മൃതരായ അവർ മർത്യോചിതമല്ലാത്ത വിധം ക്ലേശിച്ച് തൂങ്ങിയാടുന്നു. ഭൂമി, അതിൽ നിന്നാണ് ആഹാരം ഉത്ഭൂതമാകുന്നത്. എന്നാൽ അതിൻ്റെ അധോഭാഗങ്ങൾ അഗ്നിസമാനമായി മാറുന്നു.
അതിൻ്റെ കല്ലുകൾ ഇന്ദ്രനീലസ്ഥാനമാണ്. സ്വർണധൂളികളും അതിനുണ്ട്. കഴുകൻ ആ പാത അറിയുന്നില്ല, പ്രാപ്പിടിയൻ്റെ കണ്ണ് അത് കണ്ടിട്ടില്ല. ഘോര വന്യമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല, സിംഹവും അതിലേ പോയിട്ടില്ല. അവൻ കരിമ്പാറയിൽ കൈവെക്കുന്നു, അവൻ പർവ്വതങ്ങളെ അടിസ്ഥാനത്തിൽ നിന്ന് തകിടം മറിക്കുന്നു. പാറകളിൽ അവൻ ആറുകൾ കീറുന്നു, അമൂല്യമായതെല്ലാം അവൻ്റെ കണ്ണ് കാണുന്നു. ഒലിപ്പില്ലാത്ത വിധം അരുവികൾക്ക് അവൻ അണകെട്ടുന്നു, അതിൻ്റെ രഹസ്യം അവൻ വെളിച്ചത്ത് കൊണ്ടുവരും. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തപ്പെടും? അറിവിൻ്റെ സ്ഥാനം എവിടെയാണ്? അതിൻ്റെ മൂല്യം മർത്യൻ അറിയുന്നില്ല. ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടെത്തപ്പെടുകയില്ല. അഗാധം പറയുന്നു, അവൾ എന്നിലില്ല. സമുദ്രം പറയുന്നു, അവൾ എന്നോടൊത്തില്ല. അവൾക്ക് പകരം തങ്കം നൽകിയാൽ മതിയാകില്ല. അവളുടെ വിലയായി വെള്ളിയും അളക്കപ്പെടുകയില്ല. ഓഫീർ പൊന്നുകൊണ്ടത് തൂക്കപ്പെടുകയില്ല. അമൂല്യ ഗോമേതകവും ഇന്ദ്രനീലവും കൊണ്ടും. സ്വർണത്തിനും സ്ഫടികത്തിനും അതിൻ്റെ മൂല്യമില്ല. കനകാഭരണങ്ങൾക്ക് വേണ്ടിയും അതിന് വെച്ചുമാറ്റമില്ല. പവിഴവും പളുങ്കും പരാമർശിക്കപ്പെടുന്നേയില്ല. മുത്തുകളെക്കാൾ ജ്ഞാനമാണ് സമ്പാദ്യം. എത്യോപ്യയിലെ പുഷ്യരാഗത്തിന് അതിൻ്റെ മൂല്യമില്ല. ശുദ്ധമായ പൊന്നുകൊണ്ട് അവൾ തൂക്കപ്പെടുകയില്ല. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അറിവിൻ്റെ സ്ഥാനം എവിടെയാണ്? ഓരോ ജീവിയുടെയും ദൃഷ്ടികളിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആകാശപ്പറവുകളിൽ നിന്ന് അത് ഗോപ്യമാണ്. നരകവും മരണവും പറയുന്നു, ഞങ്ങളുടെ ചെവികൾ കൊണ്ട് അതിൻ്റെ ശ്രുതി ഞങ്ങൾ കേട്ടിട്ടേയുള്ളൂ. അതിൻ്റെ വഴി ദൈവം ഗ്രഹിക്കുന്നു, അതിൻ്റെ ആസ്ഥാനവും അവിടുന്ന് അറിയുന്നു. എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ നിരീക്ഷിക്കുന്നു, ആകാശത്തിന് കീഴുള്ളതെല്ലാം അവിടുന്ന് കാണുന്നു. കാറ്റിന് കനം പകർന്നപ്പോൾ അവിടുന്ന് വെള്ളത്തെ വിസ്തൃതിയിൽ അളന്നു. അവിടുന്ന് മഴയ്ക്കൊരു ചട്ടവും ഇടിമിന്നൽ നാദങ്ങൾക്കൊരു മാർഗവും ഉണ്ടാക്കിയപ്പോൾ, അതെ, അപ്പോൾ അവിടുന്ന് അവളെ കണ്ടിരുന്നു. അവിടുന്ന് അവളെ പരസ്യമാക്കുകയും ചെയ്തു. അവളെ അവിടുന്ന് സ്ഥാപിച്ചു, പര്യവേക്ഷണം ചെയ്യുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ഇതാ നാഥനോടുള്ള ഭക്തി, അവളാണ് ജ്ഞാനം. തിന്മയിൽ നിന്ന് അകലുന്നതാണ് ഉൾക്കാഴ്ച. സുഭാഷിതങ്ങൾ അധ്യായം 3 വാക്യങ്ങൾ 25 മുതൽ 27 വരെ. പെട്ടെന്നുള്ള ഭീകരത കൊണ്ടോ ദുഷ്ടർക്ക് വന്നുകൂടുന്ന നാശം കൊണ്ടോ നീ ഭയപ്പെടരുത്. നിന്റെ ആത്മധൈര്യത്തിൽ കർത്താവുണ്ടായിരിക്കും തീർച്ച. നിന്റെ കാലിനെ കുരുക്കിൽ നിന്ന് അവിടുന്ന് കാത്തുകൊള്ളും. തമ്പുരാന് പ്രവർത്തിക്കാൻ നിന്റെ കൈയുണ്ടായിരിക്കെ നന്മ അതിന് അവകാശമുള്ളവനിൽ നിന്ന് നീ നിഷേധിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനോഹരമായ ഒരു എപ്പിസോഡ് ജോസഫിൻ്റെ ചരിത്രം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേട്രിയാർക്കൽ പീരീഡിലെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതമാണ് പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതം. ഇത് ഭ്രാതൃവൈരത്തിൻ്റെ, സഹോദരന്മാർക്കിടയിൽ നിലനിന്ന വൈരാഗ്യത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കലഹത്തിൻ്റെയും കഥ പറയുന്ന മറ്റൊരു സംഭവം കൂടിയാണ്. ജോസഫും സഹോദരന്മാരും തമ്മിലുള്ള വൈരാഗ്യവും കലഹവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിലേക്ക് കാലാന്തരങ്ങളിൽ പിന്നീട് ഒരു പകർച്ചവ്യാധി പോലെ പടരുന്നതായി നാം കാണുന്നുണ്ട്. നാം വായിച്ചു വന്ന കഥയിൽ ആദത്തിൻ്റെ മക്കളായ കായേനിലും ആബേലിലും ആരംഭിച്ച് നോഹയുടെ മക്കളായ ഷേമിലൂടെയും ഹാമിലൂടെയും തുടർന്ന് ഹാമിൻ്റെ അനന്തര തലമുറകളായ നിമ്രോദിൻ്റെ തലമുറകളിലൂടെ മുന്നോട്ടു പോയി ഏസാവിലും യാക്കോബിലും എത്തിനിന്ന് ഒടുവിൽ ഈ ഭ്രാതൃവൈരത്തിൻ്റെ കഥ ജോസഫിലും സഹോദരന്മാരിലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം. കായേൻ ഉണ്ടായതുപോലെ തന്നെ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ജോസഫിനോടുണ്ടാവുന്നത് അസൂയയാണ്. അവൻ്റെ വാക്കുകളും അവൻ്റെ സ്വപ്നവും അവരിൽ അസൂയ ഉണർത്തി എന്ന് നാം വായിക്കുന്നു. അവൻ്റെ സ്വപ്നങ്ങളും അവനെക്കുറിച്ച് പറയപ്പെട്ട ദൂതുകളും അവൻ്റെ ഭാവിയെക്കുറിച്ച് ദൈവം അവന് വെളിപ്പെടുത്തിയ ദർശനങ്ങളും അവനുണ്ടാകാൻ പോകുന്ന നന്മയെ വിവരിച്ചപ്പോൾ തീർച്ചയായും സഹോദരന്മാർ അവനെ വെറുത്തു. ഈ വെറുപ്പിന് ആക്കം കൂട്ടുകയും അഗ്നിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ അത് ആളിക്കത്താൻ സഹായിക്കുകയും ചെയ്ത ഒരു അവിവേകം യാക്കോബിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തേത് യാക്കോബിൻ്റെ ഫേവറേറ്റിസം, പക്ഷപാതം. ഏസാവിനെയും യാക്കോബിനെയും തരംതിരിച്ച് സ്നേഹിച്ച റെബേക്കായുടെയും ഇസഹാക്കിൻ്റെയും പക്ഷപാതം അവരെ കൊണ്ടുചെന്നെത്തിച്ച ദുരന്തങ്ങൾ യാക്കോബിന് മറക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്നിട്ടും തൻ്റെ മക്കളുടെ കാലം എത്തിയപ്പോൾ മറ്റു മക്കളെക്കാളധികം ജോസഫിനെ സ്നേഹിക്കുകയും മറ്റു മക്കൾക്ക് കൊടുക്കാത്തത് ജോസഫിന് കൊടുക്കുകയും ചെയ്തപ്പോൾ യാക്കോബ് ഈ വൈരാഗ്യത്തിൻ്റെ ആഴം കൂട്ടി. മറ്റൊന്ന്, തൻ്റെ ഉപനാരിമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ജോസഫിനെ ഒരു ചാരനെ പോലെ പറഞ്ഞയച്ച് അവരെക്കുറിച്ചുള്ള മോശപ്പെട്ട വാക്കുകൾ, അവരുടെ ദുർനടപ്പ് നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ ജോസഫ് വന്ന് പറയുമ്പോൾ ആ സംഭവങ്ങളും അവർ തമ്മിലുള്ള പിണക്കം വർദ്ധിക്കാനിടയാക്കി.
ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സഹോദരന്മാർക്കിടയിൽ ഇപ്പോൾ തന്നെ ജോസഫിനോടുള്ള വൈരാഗ്യം കലശലായി വളർന്നിരിക്കുന്നു എന്നറിയുമ്പോഴാണ് ഷെക്കേമിൽ ആട് മേയ്ക്കുന്ന സഹോദരന്മാർക്കും അതിനേക്കാളൊക്കെ ഉപരി ആടുകൾക്കും ക്ഷേമമാണോ എന്നറിയാൻ യാക്കോബ് തൻ്റെ മകനെ അയക്കുന്നത്. സഹോദരന്മാരുടെ ക്ഷേമം അറിയുക എന്നതിനേക്കാൾ അവർ ജോലി നന്നായി ചെയ്യുന്നുണ്ടോ, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നതിന് മക്കളുടെ ഉത്തരവാദിത്വക്കുറവ് കാരണമാകുമോ എന്ന ആശങ്കയാവണം സഹോദരന്മാർ തമ്മിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെന്നറിയുമ്പോഴും ജോസഫിനെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നത്. ഗ്രീഡാണ്, ദുരയാണ്, അത്യാഗ്രഹമാണ്. ജോസഫ് ഈ വൈരാഗ്യത്തിൻ്റെ അഗ്നിയിലൊഴിച്ച മൂന്നാമത്തെ എണ്ണ. ഫേവറേറ്റിസവും സഹോദരന്മാരെ ശ്രദ്ധിക്കുന്നതിന് ചാരപ്പണിക്ക് നിയോഗിച്ചതും ഷെക്കേമിലേക്ക് സഹോദരന്മാരുടെ ഇടയിലേക്ക് അയച്ചതും ഈ 3 കാര്യങ്ങൾ യാക്കോബിൻ്റെ അവിവേകമായിരുന്നു. സഹോദരന്മാർ ജോസഫിനെ കൊല്ലാൻ ചിന്തിക്കുന്നു. പിന്നീട് റൂബൻ ഇടപെട്ട് കഴിയുമ്പോൾ കുഴിയിലേക്ക് തള്ളിയിടുന്നു. അവിടെ നിന്ന് മിദിയാൻകാർക്ക് വിൽക്കുന്നു. പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന യേശുവിൻ്റെ കഥയുമായി നിഴൽ ബന്ധമുള്ള ഒരു കഥയാണ് ജോസഫിൻ്റെ കഥ. ജോസഫിനെ പോലെയാണ് യേശു, അല്ലെങ്കിൽ യേശുവിനെ പോലെയാണ് ജോസഫ്, പിതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ. സഹോദരന്മാരെ അന്വേഷിച്ച് യാത്രയാവുകയും സഹോദരന്മാരാൽ, പ്രത്യേകിച്ച് യൂദായാൽ വിജാതീയർക്ക് 20 വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയും പിന്നീട് ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്ന യേശുവിൻ്റെ നിഴലായിരുന്നു ജോസഫ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, 20 വെള്ളിക്കാശിന് ജോസഫിനെ വിൽക്കുന്നത് യൂദായാണ്, 30 വെള്ളിക്കാശിന് യേശുവിനെ വിൽക്കുന്നതും യൂദാസാണ്. യാക്കോബ് താൻ വിതച്ചത് കൊയ്യുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡുകളിലൊന്നാണ് മകൻ കൊല്ലപ്പെട്ടു എന്ന തെറ്റായ വാർത്ത സഹോദരന്മാർ വന്ന് യാക്കോബിനെ അറിയിക്കുന്നതിൻ്റെ അനന്തരഫലമായി അയാൾക്കുണ്ടാകുന്ന ദുഃഖം. ഒരിക്കൽ തൻ്റെ പിതാവായിരുന്ന ഇസഹാക്കിനെ ഒരു നുണ പറഞ്ഞ് വഞ്ചിച്ച യാക്കോബിനെ അയാളുടെ മക്കൾ അയാളുടെ ഒരു മകനെക്കുറിച്ച് നുണ പറഞ്ഞ് വഞ്ചിക്കുന്നു. അപ്പനെ പറ്റിച്ചവനെ മക്കള് പറ്റിക്കുന്ന പ്രായശ്ചിത്തത്തിൻ്റെ കൗതുകകരമായ, ഒരുപക്ഷെ സങ്കടകരമായ ഒരു ചരിത്രമാണ് ജോസഫിൻ്റെ മരണവാർത്ത അറിയുമ്പോൾ യാക്കോബിനുണ്ടാകുന്ന വേദനയിലൂടെ വെളിവാവുന്നത്. ജോസഫിൻ്റെ കഥ ഈ അധ്യായത്തിൽ അവസാനിക്കുന്നത് മിദിയാൻകാർ ജോസഫിനെ ഫറവോയുടെ കാവൽപ്പടയുടെ നായകനായ പോത്തിഫറിന് വിറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജോസഫ് എന്ന പേരുള്ള ഈ 17കാരന് അയാൾക്ക് തികച്ചും അജ്ഞാതമായ ഒരു രാജ്യത്ത്, ഈജിപ്തിൽ, വിജാതീയർക്ക് അയാൾ വിൽക്കപ്പെടുമ്പോൾ ഈ അജ്ഞാതമായ നാട്ടിൽ ഇനി എന്ത് സംഭവിക്കും എന്ന ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു. നിങ്ങളെ ഈ വചന ശ്രവണത്തിലൂടെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്തതുപോലെ വലിയ കാരുണ്യമാണ് അങ്ങയുടെ സ്വരം കേൾക്കാൻ അനുവദിക്കുക വഴി അങ്ങ് ഞങ്ങളോട് കാണിക്കുന്നത്. വിശ്വസ്തയോടെ ജീവിച്ച ജോസഫ് എന്ന പൂർവ്വപിതാവിൻ്റെ ചരിത്രം വായിക്കാനും പഠിക്കാനും അവയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താനും അങ്ങ് നൽകുന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം തന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട്, സഹോദരങ്ങളോട് ഞങ്ങൾ എത്രമാത്രം നിർമ്മലമായ സ്നേഹത്തോടെ ഇടപഴകണം എന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പക്ഷപാതമില്ലാതെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും ഞങ്ങളെ വലിയ മനസ്സുള്ളവരാക്കി അങ്ങ് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ദിവസം ഒരു അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ കർത്താവിനെ ഒരാളുമായിട്ടെങ്കിലും പങ്കുവെച്ചു കൊടുത്ത് സുവിശേഷം പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കാം. ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഞാൻ ഡാനിയലച്ചൻ അല്പസമയത്തേക്ക് വിടവാങ്ങട്ടെ. യേശുവിന് മാത്രം മഹത്വവും ആരാധനയും. ശുഭദിനം. ദൈവം അനുഗ്രഹിക്കട്ടെ.